കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വീണ്ടും കുറുനരിയുടെ ആക്രമണം. 3 വയസ്സുള്ള കുട്ടിയടക്കം 13 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ആദ്യം ഒരു പ്രതികരണം ലഭ്യമാവുന്നു, അതിലേക്ക്. പണിക്ക് പോയടുത്തുനിന്ന് പണിക്ക് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ മുറിയനെ വന്ന് കടിക്കുകയെങ്കിൽ ഒരു പ്രകോപനമില്ലാതെ പെട്ടെന്ന് ഓടി വന്നിട്ട് കടിക്കുകയിന്. അപ്പോൾ ഇത് തൊളിച്ചിട്ടൊന്നും പോകുന്നില്ല. എന്നിട്ട് രണ്ടാമത്തെ പിടിച്ച് കുറുക്കാലിന് കുറേ അടിയും പിടിയിലായി. അപ്പോൾ ലാസ്റ്റ് പിടിച്ച് കടിച്ച ശേഷവും ഇത് വിട്ടിട്ടില്ല. പിന്നെ ആ കത്തിയാളെ കൊണ്ട് കൊത്തിയ പാടന് കുറുക്കനെ ഒരു ഭാഗത്തേക്ക് പാഞ്ഞാള്. പിന്നെ ആ പോക്കാന്ന് ഒരുപാട് ആളെ കടിച്ചാള്. ഇപ്പോൾ ഇന്ന് മുതലാണ് കാണുന്നത്. മറ്റേ ഇടക്കിടക്ക് ഈ നായ്ക്ക് പിന്നെ നായുള്ള സമയത്തുള്ള ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ കുറുക്കൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജനങ്ങൾ ഇത്രയും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ 3 വയസ്സുള്ള കുട്ടിക്കടക്കം കടിയേറ്റിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? റിജിത്ത്, ഇന്ന് രാവിലെയാണ് കണ്ണാടിപ്പറമ്പ് മേഖലയിൽ വ്യാപകമായി കുറുനരിയുടെ ആക്രമണം ഉണ്ടായത്. ഒരാഴ്ച മുമ്പ് അതെ, ഈ നാറാത്ത് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഈ കണ്ണാടിപ്പറമ്പിലെ സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഈ കുറുനരിയുടെ ആക്രമണത്തിൽ 6 പേർക്ക് കടിയേറ്റിരുന്നു. ഇന്ന് രാവിലെ പണിക്ക് ആയി റോട്ടിലേക്ക് ഇറങ്ങിയവർ, അതോടൊപ്പം തന്നെ ആ വീട്ടിന് മുറ്റത്ത് നിന്ന് മറ്റ് ജോലികളിൽ ഏർപ്പെട്ട സ്ത്രീകൾ, കുട്ടി, ഒരു 3 വയസ്സുള്ള കുട്ടിക്കുൾപ്പെടെ ഇതിൽ കടിയേറ്റിട്ടുണ്ട്. അവിടെ ആ പ്രദേശത്ത് വ്യാപകമായി ഇതിപ്പോൾ ഈ കുറുനരിയുടെ ആക്രമണം ഉണ്ടായി എന്നതാണ് നാട്ടുകാർ പറയുന്നത്. 13 പേരെയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്കായി പ്രവേശിപ്പിച്ചത്. അതിലൊരു കുട്ടിയുണ്ട്. അതിൽ 2 പേരെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്തായാലും നേരത്തെ കുറുനരിയുടെ ആക്രമണം ഉണ്ടായി. ആ ഘട്ടത്തിൽ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഈ പരാതി നൽകിയതാണ്. അവിടെ ഒരു കുറുനരി മാത്രമല്ല, ഇങ്ങനെ കൂട്ടമായി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.